ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഈ പറഞ്ഞ കർക്കിടക കഞ്ഞിക്കിട്ടുള്ളത് അല്ലേ? കറുത്ത മുതിര കൂട്ടാതെ കർക്കിടക്കഞ്ഞി കഴിക്കലാന്ന് പറയും. സാധാരണ കർക്കിടക്കഞ്ഞി എന്ന് പറഞ്ഞാൽ ക്ലീനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നതല്ല, ക്ലീനിങ് ആൻഡ് ഹീലിംഗ് ആണ്. ഒരു 7-1 മരുന്നിടുക, 7-1 ധാന്യം ഉപയോഗിക്കുക. 7 ദിവസം കഴിച്ചാൽ മതി. അപ്പോൾ നമുക്കതിന് മാറ്റം തുടങ്ങും. നോക്കിയേ, ഇത് കണ്ട, ഇത് മുഴുവനും ഈ പറയുന്ന നമ്മുടെ കഞ്ഞി കിറ്റിൻ്റെ അകത്തുള്ള സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കർക്കിടക കഞ്ഞി നമ്മൾ അറിയുന്നതാണ്, ഇതുപോലത്തെ ഒരു അരി ഉണ്ടാകും, പിന്നെ കുറച്ച് പച്ചമരുന്നുണ്ടാവും. പക്ഷേ ഇത് അത് മാത്രമല്ല, മരുന്നും അതുപോലെ ഇത്രയും മില്ലറ്റ്സും ചേർന്നിട്ട് ഉണ്ടാക്കുന്ന ഒരു അടിപൊളി സംഭവമാണ്. അതായത് ക്ലീനിങ് ആൻഡ് ഹീലിംഗ് എന്നല്ലേ? ഇത് ഈ കോൺസെപ്റ്റ് അടിപൊളിയാണല്ലോ. സാധാരണ നമ്മൾ കർക്കിടക കഞ്ഞി എന്ന് പറയുന്നത് നമ്മൾ ക്ലീനിങ് വേണ്ടി മാത്രമാണ്. ഇത്ര ഐറ്റംസ് ആവശ്യമില്ല. ശതകുപ്പ വേണം, പിന്നെ ആശാളി വേണം, പിന്നെ കുറച്ച് കഞ്ഞി ഉണ്ടെങ്കിൽ സംഗതി തീർന്നു. ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഈ പറഞ്ഞ കർക്കിടക കഞ്ഞിക്കിട്ടുള്ളത് അല്ലേ? ഇതിലെ മെയിൻ ഒരു സാധനമാണ് ഇതല്ലേ? ഇതാണ് ഞവര. ഇത് നമ്മൾ കുത്തിയെടുക്കുന്ന ഏരിയ. മാർക്കറ്റിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന് വിഷമടിച്ച ഏരിയ അല്ല, നമ്മൾ സ്വന്തം നമ്മൾ കുത്തിയെടുക്കുന്ന ഏരിയ. ഇതൊരു മെയിൻ ഘടകമാണല്ലേ, തവിടുള്ള അരി അല്ലേ? ഇത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഇരിക്കുന്നത് ഇത് റാഗി നമുക്ക് മസ്റ്റാണ്. അത് മണിച്ചോളം വളരെ സക്സസ് ആയിട്ടുള്ള ഫുഡാണ്. അത് മത്തക്കുരു ഏറ്റവും കൂടുതൽ മഗ്നീഷ്യം ഉള്ള സ്വീഡാണത്. മത്തക്കുരു എന്തിനാ നമ്മൾ കഞ്ഞിക്കുന്ന ആടിയും കാരണം? മത്തക്കുരു നമ്മളുടെ സെക്സിന്റെ പ്രശ്നം ഒരുപാട് പേർക്കുണ്ട്. അത് വളരെ ഫലപ്രദമായി ഈ കർക്കിടക സമയത്ത് കഴിക്കാൻ ഭയങ്കര ഗുണമല്ലേ? അതാണ് ഇവിടെ വന്നതിന് ഇത് മുളപ്പിച്ച മുതിര നമ്മുടെ ഈ ബോഡി പെയിൻ ഉണ്ടാവുന്നുണ്ട് ഒരുപാട് പേർക്ക്. അതിന് വളരെ ഫലപ്രദമാണ് ഈ മുളപ്പിച്ചല്ലേ? ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് സൂര്യകാന്തിയുടെ വിത്താണ്. സൂര്യകാന്തിയുടെ വിത്ത്. സാധാരണ കഞ്ഞിക്കിറ്റിൽ ഇതൊന്നും ഉണ്ടാകത്തില്ല. ആക്ച്വലി ഇത് പണ്ട് കർക്കിടകഞ്ഞി ഉദ്ദേശിച്ചിരുന്നത് ക്ലീനിങ്ങിന് വേണ്ടിയിട്ടാണ്. ഈ നമ്മുടെ ശരീരത്തിൽ ഒരു വർഷം ഉണ്ടാവുന്ന ടോക്സിനുകൾ, വിഷങ്ങൾ പുറന്തള്ളുക. ഇത് മാത്രം. അതിനാണ് പഞ്ചകർമ്മങ്ങളും 5 തരത്തിൽ ഒഴിവാക്കുക. ഇപ്പൊ അത് പോരാ. ഇപ്പൊ ആളുകൾക്ക് ഒരുപാട് മറ്റ് ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ ശരീരത്തിന് വരുന്ന ഈ ടോക്സിനുകൾ പണ്ടത്തെക്കാലം കൂടുതൽ കയറുന്നു. അന്തരീക്ഷത്തിൽ പൊല്യൂഷൻ ഉണ്ട്. നമ്മളിങ്ങനെ ഫുഡ് മുഴുവൻ വിഷമാണല്ലോ. ഇതൊക്കെ റിമൂവ് ചെയ്യണമെങ്കിൽ കുറച്ച് മാറ്റം ആവശ്യമാണ്. ഞാൻ എൻ്റെ ഒരു 10-40 വർഷത്തെ നാച്ചുറോപ്പതിയുടെ പരിചയത്തിന്റെ ഫലമായിട്ട് ചെയ്തതാണിത്. ഇത് ഹീലിംഗ്. സാധാരണ കർക്കിടക്കഞ്ഞി എന്ന് പറഞ്ഞാൽ ക്ലീനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നതല്ല, ക്ലീനിങ് ആൻഡ് ഹീലിംഗ് ആണ്. ഈ പറഞ്ഞ സംഭവങ്ങളിലെ ഹീലിംഗിനുള്ളതാണ്. ഇതെല്ലാം ഹീലിംഗിനുള്ളതാണ്. ക്ലീനിങ്ങിനുള്ള സാധനം അവിടെ ഇരിക്കണം. ഇത് എല്ലാവർക്കും കിട്ടും. ഇത് എല്ലാ കടയിലും വിൽക്കണം, മരുന്ന് കടയിലും വിൽക്കുന്ന സാധനം കിട്ടും. ഈ പറഞ്ഞ പോലെ ആശാളി, ഉലുവയുണ്ട്, പിന്നെ മറ്റേ അത് മരുന്നുകളാണ്. അങ്ങാടി മരുന്നുകള്, ഇത്ര സാധനം കിട്ടും. പിന്നെ അരിയും കിട്ടും. ഇത്രയും സാധനത്തിനുള്ള കഞ്ഞിക്കിറ്റ് നിങ്ങൾക്ക് എവിടെ പോയാലും കിട്ടും. അത് നിങ്ങൾക്ക് ക്ലീനിങ്ങിന് വേണ്ടി മാത്രമുള്ള, ശരീരത്തിന്റെ ക്ലീനിങ്ങിന് വേണ്ടി. പക്ഷെ ഈ ഇരിക്കുന്ന സാധനം കണ്ട, ഈ ഇരിക്കുന്ന സാധനങ്ങൾ അപ്പുച്ചേട്ടൻ മാത്രം 40 വർഷം കൊണ്ട് തൻ്റെ ജീവിതം കൊണ്ട് എക്സ്പീരിയൻസ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു കഞ്ഞിക്കിറ്റാണ്. അതാണ് അപ്പുച്ചേട്ടൻ പറഞ്ഞ ക്ലീനിങ് ആൻഡ് ഹീലിംഗ് എന്ന് പറയുന്നത്. ഇത് ബോഡി റീകൺസ്ട്രക്ഷൻ ആണ്, സെൽ ആക്ടിവേഷൻ ആണ്, ഒരു പുനർനിർമ്മാണ പ്രക്രിയ എന്ന് പറയും. അതിനാവശ്യമായ സാധനങ്ങളാണ് ചെയ്തു വെച്ചത്. ഇത് നമ്മൾ ഇത് കഴിച്ച വലിയ അനുഭവപ്പെടുന്ന 7 ദിവസം കഴിച്ചാൽ മതി. അപ്പോൾ നമുക്കതിന് മാറ്റം തുടങ്ങും. പിന്നെ നമ്മുടെ മില്ലറ്റ്സ് 8 നവധാന്യങ്ങളുണ്ട്. ചാമ, തിന, റാഗി, വരക്, യവൻ തുടങ്ങിയിട്ടുള്ള 9 മില്ലറ്റ്. ഫുള്ള് ചെറുപയറും. ഇത് മുളപ്പിച്ച് ഉണക്കി വെച്ചിരിക്കുക. ഇത് ചിലർക്ക് ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടാവും. ഇത് കഴിച്ച ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടാവും. അതാണ് മുളപ്പിച്ചത്. അതുപോലെ ക്രിയാറ്റിൻ, മൂത്രത്തിൽ പതവാണ്, അങ്ങനെയൊക്കെ എല്ലാവരും കഴിക്കാവുന്ന ഫുഡാണ്. അടിപൊളി സംഭവമാണ്. ഈ സംഭവമാണ് നമ്മളിവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അടുപ്പ് ഇരിക്കുക. ഈ സാധനം ഇത് കറുത്ത മുതിരയാണ്. ഇതൊരു ഭയങ്കര സംഭവമാണ്. ഈ സാധനം നിങ്ങൾക്ക് നാട്ടിൽ പോയാൽ കിട്ടൂല. കറുത്ത മുതിര കൂട്ടാതെ കർക്കിടക്കഞ്ഞി കഴിക്കലാന്ന് പറയും. ഇത് ഒരെണ്ണെങ്കിലും ഒരു തുള്ളി ചെല്ലണമെന്നാണ് കണക്ക്. ആ ഒരെണ്ണത്തിന് ബീഹാറിൽ നിന്ന് കൊണ്ടുതന്നെയാ. അതാണ് ഇവിടെ ഇത്രയും വലുത് കിട്ടത്തില്ല. ഇത് ബീഹാറിൽ നിന്ന് കൊണ്ടുവന്ന സാധനമായിട്ടായത്. ഇതെല്ലാം കൂടി ചേർന്നതാണ് നമ്മുടെ ഈ പറയുന്ന കഞ്ഞിക്കിറ്റ്. സീല് നമ്മൾ പൊട്ടിക്കുകയാണ്. പൊട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധനം നിങ്ങൾക്ക് കിട്ടേണ്ടതേ ഇതേപോലെ ഒരു 7-1 മരുന്നിടുക, 7-1 ധാന്യം ഉപയോഗിക്കുക. ഇത് 7 ദിവസത്തേക്കുള്ളതാണ്. ഇത് 7 ദിവസത്തേക്കുള്ള ഈ പറയുന്ന പൊടി, ഈ പറയുന്ന മരുന്നാണ്. ഈ മരുന്ന് എന്തൊക്കെയാ വാങ്ങിക്കുന്നത്? ദശപുഷ്പങ്ങളും ദശമൂലങ്ങളും അങ്ങാടി മരുന്നുകളും. ഇത് 3 ഉണ്ട്. ഇത് 3 ചേർന്ന ഈ പറയുന്ന മരുന്നിന്റെ കവറിലാക്കി ഇതിൻ്റെ അകത്തുണ്ട്. ഇത് നമ്മൾ ഈ പറയുന്ന എല്ലാ ഐറ്റംസും ഇങ്ങനെ കഞ്ഞിയായിട്ട് കിട്ടും. ഇതാണ് ഇത് അടുപ്പ കണ്ട. ഈ സാധനമാണ് നമ്മുടെ അടുപ്പയിൽ ഇപ്പം റെഡിയാക്കി ചെയ്യണം. ഇതിന്റെ മുകളിൽ ഇപ്പം നമ്മൾ നെയ്യ് ഒഴിച്ചിട്ടിരിക്കുക. നെയ്യ് ഒഴിച്ചാൽ ഇത് പൂർണ്ണമാവുള്ളൂ. നെയ്യ് മസ്റ്റാണ്. ഒരു നുള്ളി നെയ്യെങ്കിലും കഴിച്ചിരിക്കണം മസ്റ്റ്. അതുകൊണ്ട് അതിന് മാത്രം കോംപ്രമൈസ് ഇല്ല. ഇനി ഞാൻ കഴിച്ച് നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. കഞ്ഞി എന്ന് പറയുമ്പോൾ കഞ്ഞി ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയുന്ന സാധനമല്ലേ ഇത്. കുട്ടികൾക്ക് മടുപ്പാ കഴിക്കാൻ. ഇത് ആരും കഴിച്ചോളും. നല്ല ടേസ്റ്റുള്ള അടിപൊളി കഞ്ഞിയാണ്. ക്ലീനിങ് ആൻഡ് ഹീലിങ്ങിന് വേണ്ടിയിട്ട് ഇന്ന് കേരളത്തിൽ ഒരു കഞ്ഞി കിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കഞ്ഞി മിക്സ് ഉണ്ടെങ്കിൽ
അത് നമ്മുടെ സുഖജീവന കഞ്ഞി വെച്ചതാണ്. ഇത് കർക്കിടക നിങ്ങൾ മസ്റ്റായിട്ടും കഴിച്ചിരിക്കണം. ഈ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ, നിങ്ങൾക്ക് ഓൾ ഇന്ത്യ എവിടെ അയച്ചു തരാം. ഇപ്പോൾ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ മാറ്റി കഴിക്കുക. അടിപൊളി ടേസ്റ്റാണ്, കുട്ടികൾക്ക് വരെ ഇഷ്ടപ്പെടും. ഒരു വർഷം നമുക്ക് നമ്മുടെ ബോഡിയെ ഒന്ന് അടിപൊളിയാക്കി എടുക്കാം.